4 ചാർജ് ഷീറ്റാണ് നമ്മുടെ മുമ്പിൽ വെച്ച്. ഈ മഹാസമൂഹങ്ങൾ തകർന്നു പോയതുപോലെ മാറ്റങ്ങളുടെ അപകടകരമായ പ്രവണതകൾക്ക് നിങ്ങൾ വിധേയമാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാമല്ലോ, സാമ്രാജ്യങ്ങളുടെ കഥ അല്ലാഹ് പറഞ്ഞു. അറബി നാടുകളുടെ കഥകൾ നമ്മൾ കാണുകയാണ്. അടിയിൽ പൊന്നും അതുപോലെ തന്നെ എണ്ണയും കുഴിച്ചിട്ട് കൊടുത്ത് അനുഗ്രഹത്തിൻ്റെ നിറുകയിൽ വിരാജിച്ചവർ, അതുകൊണ്ട് അള്ളാഹുവിനോട് അനുഗ്രഹം ചെയ്യാൻ കഴിയാതെ പോയവർ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിലാപപാത്രങ്ങളായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു നിഅമത്തും റബ്ബ് തരുന്നത് എന്തിനെന്നറിയോ? അതിനോട് നന്ദി കാണിച്ചാൽ കൂട്ടിത്തരാനാ, പെരുപ്പിച്ചു തരാനാണ്. പക്ഷേ അതിനോട് നന്ദികേട് കാണിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നവനല്ല അല്ലാഹു. അതെല്ലാം അവിടെ തന്നെ കിടക്കുമ്പോൾ അതിനെ തീയിട്ട് ചാമ്പലാക്കാൻ, എണ്ണക്കിണറുകളെ ചാമ്പലാക്കാൻ വേണ്ടി ശത്രുവിനെ അല്ലാഹു തആല അവിടെ നിന്ന് നിയോഗിക്കും. ആ എണ്ണ കൊടുമുടികളിൽ നീ കൊട്ടാരം കെട്ടുമ്പോഴും നീ ലോകത്തെ ഏറ്റവും അധമനായി അധപ്പതിക്കും. പരിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകത എന്താ? അത് വെറും ഒരു ഉപദേശമായങ്ങ് പറഞ്ഞു വിടുകയല്ല. ആ ഉപദേശത്തിന് ഉപോത്ബലകമായ പ്രകൃതി സത്യങ്ങളെ, ആ ഉപദേശത്തിന് ഉപോത്ബലകമായ ആധാരമായി വർത്തിച്ച ചരിത്ര യാഥാർത്ഥ്യങ്ങളെ എല്ലാം ചേർത്ത് വെച്ചിട്ടേ ഒരു ഉപദേശം അള്ളാഹു നമ്മളോട് പറയുകയുള്ളൂ. ഓർത്താൽ നിഷേധിക്കാനാണല്ലോ എല്ലാവർക്കും പ്രവണതയുള്ളത്. നിഷേധിക്കാൻ മോനെ നിനക്കാവില്ല, ദാസാ നിനക്കാവില്ലെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ പഠിച്ചാൽ നമുക്ക് കാന ഖൈറല്ലഹു, അത് സമ്പന്നതയാകട്ടെ അതുപോലെ തന്നെ ദാരിദ്ര്യമാകട്ടെ, രണ്ടും നാളെ ഖൈറാകാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ നമ്മോട് പറയുന്ന വളരെ സുപ്രധാനമായ ആശയം, ഈ പ്രകൃതിയിലെവിടെയും പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലും അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെവിടെയും മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളിലുമെല്ലാം അവരുടെ അവസ്ഥകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഒരവസ്ഥയും മനുഷ്യരുടെ ജീവിതത്തിൽ സ്ഥായിയല്ല. അവസ്ഥാന്തരങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം കടന്നു പോകുന്നത്. ആ അവസ്ഥ പലപ്പോഴും വൈരുദ്ധ്യാത്മകവുമാണ്. ഇത് ഭൗതികവാദികളുടെ ഒരു കണ്ടെത്തലല്ല. ദൈവനിഷേധികളായ മതനിരാസത്തിൻ്റെ വക്താക്കൾ പ്രപഞ്ച സംവിധാനത്തെ നിരീക്ഷിച്ചിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ ഒരു കാഴ്ചപ്പാടുണ്ട്, വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്ന്. വൈരുദ്ധ്യാത്മകമാണ് ഈ ലോകമെന്നത് അവരും പറയുന്നുണ്ട്. അതുകൊണ്ട് വൈരുദ്ധ്യാത്മകവാദം ഭൗതികമാണ് അവർക്കെങ്കിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഈ വൈരുദ്ധ്യാത്മകവാദം ആത്മീയമാണ്. വ്യത്യാസം അത്രയേ ഉള്ളൂ. വൈരുദ്ധ്യാത്മക ദൈവികവാദമാണ് പരിശുദ്ധ ദീനിൻ്റെത്. ദൈവത്തെ കാണാൻ കണ്ണില്ലാതെ പോയതുകൊണ്ട് അത്തരം സുഹൃത്തുക്കൾ പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്നാണ്. ആര് പറഞ്ഞാലും വൈരുദ്ധ്യാത്മകമാണ് ഈ പ്രപഞ്ചമെന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക് വളരെ വേഗം വ്യതിയാനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈരുദ്ധ്യങ്ങളുടെ, അതാണല്ലോ പറഞ്ഞത്, പ്രഭാതം പ്രദോഷത്തിനായി, രാവിന് പകലിനായി, രാവു പകലിനായി, ഒറ്റ ഇരട്ടയ്ക്കായി, ഇരട്ട ഒറ്റയ്ക്കായി. അതുപോലെ തന്നെ ഓരോ മാസത്തിലെയും ആദ്യത്തെ 10 രണ്ടാമത്തെ 10നായി, രണ്ടാമത്തെ 10 മൂന്നാമത്തെ 10നായി. അത് ഓരോന്നും വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്നു, വൈരുദ്ധ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു വൈരുദ്ധ്യാത്മക ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥിതിവിശേഷം ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഹൽഫി ദാലിക ഖസമുല്ലിദി ഹിജ്ർ, ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിക്കാൻ വക നൽകുന്നതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അള്ളാഹു. അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് ചിന്തിക്കുന്ന മനുഷ്യനാണ്. ചിന്തിക്കാൻ തലച്ചോറ് അള്ളാഹു ആവോളം തന്നിട്ടുണ്ട്. ചിന്തിച്ചവർക്ക് കാര്യങ്ങൾ വേണ്ടത്ര ഗ്രഹിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ചിന്തിക്കാൻ മെനക്കെടാതെ, തലച്ചോറിനെ ഉപയോഗപ്പെടുത്താതെ ഈ ലോകത്ത് കഴിഞ്ഞിട്ട് ഈ പ്രകൃതി നമ്മോട് വിളിച്ചു പറയുന്ന അത്ഭുതകരമായ പ്രതിഭാസങ്ങളെ തിരിച്ചറിയാതെ ഈ ലോകത്ത് ജീവിച്ചിട്ട് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകാനിടയായാൽ അവിടെ നാം പിടിച്ചു നിർത്തപ്പെടുമെന്നും, അങ്ങനെ യാതൊരു ആസൂത്രണങ്ങളുമില്ലാത്ത ഒരു ലോകത്തല്ല നാം ജീവിക്കുന്നതുമെന്ന് അള്ളാഹു നമ്മെ പരിശുദ്ധ ഖുർആനിലൂടെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏതൊരവസ്ഥയിലാണോ ആ സ്ഥിതിവിശേഷത്തെ
സ്ഥായിയാണ് എന്ന് കാണുന്ന ഒരു മനോഭാവമാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളിൽ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷവും സ്ഥായിയല്ല. അത് സുഖമാകട്ടെ, ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, സന്താപമാകട്ടെ, സമ്പന്നതയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, പാണ്ഡിത്യമാകട്ടെ, പാമരത്വമാകട്ടെ, അതുപോലും ഒന്നും സ്ഥായിയാണ് എന്ന ഭാവത്തോടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമീപിച്ചാൽ അത് നമ്മെ അഹങ്കാരിയാക്കി തീർക്കുകയും വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് ഉൾക്കൊള്ളാനാവാതെ നമ്മൾ പതറിപ്പോവുകയും ചെയ്യും എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാറ്റങ്ങളെ എപ്പോഴും കാത്തിരുന്നു കൊള്ളണം എന്ന് അള്ളാഹു സൂചിപ്പിച്ചു. അതിന് പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ചരിത്രത്തിൽ നിന്ന്, സാമ്രാജ്യത്വങ്ങളിൽ നിന്ന് ഒക്കെ അള്ളാഹു പറഞ്ഞു, എല്ലാം കണ്ടുകൊണ്ട് കാവലിരിപ്പുണ്ടല്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഈ ലോകത്തിൻ്റെ അതിശയകരമായ മാറ്റങ്ങളെ കാലത്തിലൂടെ, അതുപോലെ സമയത്തിലൂടെ, അതുപോലെ സ്ഥലത്തിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു പതിയിരിക്കുകയാണ്. നമ്മൾ കാണില്ല. നമ്മുടെ കണ്ണിൻ്റെ വെട്ടത്തിൽപ്പെടുന്നത് ഇപ്പോൾ നോക്കിയാൽ ഈ പള്ളിയുടെ മുറ്റം മാത്രമാണ്. പക്ഷേ നമ്മളൊരല്പം അങ്ങോട്ട് ജംഗ്ഷനിൽ നടക്കുന്ന ഇപ്പോൾ കാണൂല. അതും ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണില്ല, എനിക്ക് കൂടുതൽ കാണാം. സഹോദരങ്ങളെ, ഇതുപോലെയാണ്. പക്ഷെ ഒരല്പം ഒന്ന് ഉയർന്നാലോ നമുക്ക് ഈ ടൗൺ മുഴുവൻ നമുക്ക് കാണാം. ഒരു വിഹക വീക്ഷണം എന്ന് പറയുന്നത്, സ്കൈ വ്യൂ എന്ന് പറയുന്നത്, ബേർഡ് വ്യൂ എന്ന് നമ്മൾ പറയുന്ന പക്ഷി നിരീക്ഷണം, പക്ഷിക്കാഴ്ച എന്ന് പറയുന്നത് നമ്മളെക്കാൾ കൂടുതലാണ്. ഉയരങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഭാവി ഭൂതവും വർത്തമാനവുമാകുന്ന ഒരത്ഭുതത്തിൻ്റെ ലോകത്താണ് നമ്മളുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വർത്തമാനം എന്ന് പറയുന്നത്, ഭാവിയും ഭൂതവും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു ലോകത്താണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ റോഡിൽ സഞ്ചരിക്കുമ്പോൾ പെരുമ്പാവൂരിൽ പോകാൻ അരമണിക്കൂറാണ്, മൂവാറ്റുപുഴയിൽ പോകാൻ അരമണിക്കൂറാണ്, 1 മണിക്കൂറാണ്. പക്ഷെ ഒരല്പം ഉയർന്നിട്ട് നാം ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോഴോ അത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയമാണ്, 5 കുറഞ്ഞ സമയം മാത്രം നമുക്ക് മതി. എന്ന് മാത്രമല്ല, അത് അരമണിക്കൂറിന് ശേഷമുള്ള കാഴ്ചയാണ്. പക്ഷേ നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ പെരുമ്പാവൂരും മൂവാറ്റുപുഴയും നമ്മുടെ കൺമുമ്പിലുള്ള വർത്തമാന കാഴ്ചയാണ്. സഹോദരങ്ങളെ, നാം ഇരിക്കുന്ന ഒരു സ്ഥിതിയിലിരുന്നു കൊണ്ട്, നാം കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിൻ്റെ പരിമിതികളിലിരുന്നു കൊണ്ട് ഇതാണ് ആകെയുള്ളത് എന്ന് നാം തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷേ അള്ളാഹു ഇരിക്കുന്നത്, അള്ളാഹു കാണുന്നത്, അള്ളാഹുവിൻ്റെ നിരീക്ഷണ കേന്ദ്രം ഈ മുഴുവൻ പ്രപഞ്ചങ്ങൾക്കും അതീതമായതാണ്. അവിടെ ഇരുന്നു കൊണ്ട്, ഒരു നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമയത്തിലൂടെ, കാലത്തിലൂടെ, സ്ഥലത്തിലൂടെ, ടൈമിലൂടെ, സ്പേസ് ആൻഡ് ടൈം ഇൻ ഖുർആൻ എന്നത് ഒരു വലിയ ശാസ്ത്രജ്ഞൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്. സ്ഥലകാല സങ്കല്പം ഖുർആനിൽ എന്നുള്ളത് തിരൂർ പോളിടെക്നിക്കിലെ പ്രമുഖനായ ഒരു അധ്യാപകൻ എഴുതിയ ഒരു പുസ്തകമാണ്. സ്പേസ് ആൻഡ് ടൈം ഇൻ ഖുർആൻ, സ്ഥലകാല സങ്കല്പം ഖുർആനിൽ. നമ്മുടെ ആപേക്ഷികമായ നമ്മുടെ സ്ഥലകാല സങ്കല്പങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്ന ഒരു സ്ഥലകാല സങ്കല്പങ്ങൾ ഉപരിലോകത്ത് നമുക്കുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയുമ്പോൾ, ഞാൻ പറഞ്ഞത് അരമണിക്കൂറിന് ശേഷമുള്ള ഭാവി അല്പം ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അത് 5 മിനിറ്റായി ചുരുങ്ങുകയും പിന്നീടും പോകുമ്പോൾ അത് മിനിറ്റുകളുടെ അളവ് പിന്നെയും ചുരുങ്ങുകയും പിന്നെയും ഉയരുമ്പോൾ നിമിഷങ്ങളായി ചുരുങ്ങുകയും ചെയ്യുന്നൊരു ലോകത്ത് അത്യുന്നതങ്ങളിലിരുന്നു കൊണ്ട് പ്രപഞ്ചാതീതമായി വീക്ഷിക്കുന്ന അള്ളാഹുവിന് സ്ഥലകാല വ്യത്യാസങ്ങളില്ല, ഭാവി ഭൂത വർത്തമാനങ്ങളില്ലാത്ത അനാദിമധ്യാന്തനായ അഹോ ജയിപ്പു ജഗദാധാരമൊരത്ഭുത ദിവ്യമഹസ് അഖണ്ഡമദ്വയമചിന്യ വൈഭവം അനാദിമധ്യാന്തൻ. ആദിമധ്യാന്തങ്ങൾ നമുക്കാണുള്ളത്. അതില്ലാത്തത് മിർസാദിൽ അത്യുന്നതങ്ങളിൽ വാഴുന്നവനാണ്. അങ്ങനെ ഒരു റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട്. അവനാണ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് കാലചക്രത്തിലൂടെ ഈ ലോകത്ത് നടക്കുന്ന കർമ്മങ്ങളെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നതെന്ന് ആദിനെ, സമൂദിനെ, ഇറമിനെ, ഫറോവ കിങ്ഡത്തെ സാക്ഷിയാക്കി പടച്ച തമ്പുരാൻ നമ്മോട് പറഞ്ഞു.
ഇതൊക്കെ ഓർക്കാൻ വേണ്ടിയാണ്. കൊച്ചു വാക്കുകളിൽ ലോകത്തിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള കാര്യങ്ങളെ, പ്രതിഭാസങ്ങളെ അത്ഭുതകരമായ വിധത്തിൽ കടലിനെ കുപ്പിയിലാക്കിയ പോലെ ചുരുക്കി പറയാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ഈ അത്ഭുതം ചിന്തിക്കുന്നവർക്ക് പാഠമാകാനുള്ളതാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. ചിന്ത എന്നത് ഈ ലോകത്ത് മനുഷ്യന് മാത്രമല്ല നൽകിയ അത്ഭുതമാണ്. മൃഗങ്ങൾക്ക് നൽകാത്തതും കന്നുകാലികൾക്കൊന്നും നൽകിയിട്ടില്ലാത്തതുമാണ്. ഞാൻ മൃഗമാണ്, മൃഗത്തെ പോലെയാണ്, മൃഗത്തിനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്കും വേണ്ടതെന്ന് പറയുന്ന നാസ്തിക മന്ദബുദ്ധികൾ യഥാർത്ഥത്തിൽ ഓർക്കേണ്ടത് ചിന്തയില്ലാത്ത മൃഗത്തെപ്പോലെ ചിന്തയുള്ളവനാകുന്നു എന്ന് പറയാൻ മാത്രം ഒരു മനുഷ്യൻ അധപ്പതിക്കുന്നെങ്കിൽ അതെത്ര വലിയ അധപ്പതനമാണെന്നുള്ളതാണ്. ചിന്ത ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ഇതിലൊക്കെ ഉള്ളിൽ കാമ്പുള്ളവർക്ക്, ഉള്ളിൽ കനമുള്ളവർക്ക് ചിന്തിക്കാൻ വകയില്ലയോ? അള്ളാഹു നമ്മെ ചിന്തിപ്പിക്കുകയാണ്. നമുക്ക് ചിന്തിക്കണം. ചിന്തകളിലൂടെയേ ഖുർആൻ ഗ്രഹിക്കാൻ പറ്റൂ, ചിന്തകളിലൂടെയേ നമ്മുടെ വഴി കണ്ടെത്താൻ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നു പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അപ്പം മനുഷ്യനെ നാം ഒന്ന് പരീക്ഷിച്ചാലോ? മനുഷ്യൻ്റെ ഈ ലോകത്തെ ജീവിതം മുഴുവൻ പരീക്ഷണമാണ്. പരീക്ഷണമേ ഉള്ളൂ മനുഷ്യന്, അല്ലാതെ സ്ഥായിയായി എന്നും നിലനിൽക്കുന്ന ഒന്നുമില്ല. എന്നും സമ്പന്നനായിരുന്നവനുണ്ടോ? എന്നും ആരോഗ്യമുള്ളവനായിരുന്നവനുണ്ടോ? എന്നും സുഖമായിരുന്നവനുണ്ടോ? എന്നും ദുഃഖമായിരുന്നവനുണ്ടോ? ഇല്ലേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തെ ഈ സ്ഥിതി വിശേഷങ്ങളെല്ലാം പരീക്ഷണത്തിൻ്റെ ഭിന്നഭാവങ്ങളാണ്, പരീക്ഷണത്തിൻ്റെ ഭിന്നദശകളാണ്. അതുകൊണ്ട് മനുഷ്യനെ ഇനി അടുത്ത ഒരു ദ്വന്ദ്വം നമ്മുടെ മുമ്പിൽ തരികയാണ്. അള്ളാഹു തആല മനുഷ്യനെ, അള്ളാഹു അവന് ഇതാ മബ്തലാഹു അവനെ പരീക്ഷിച്ചാൽ, പരീക്ഷണവും അള്ളാഹ് പറയാ രണ്ട് പരീക്ഷണം, പരീക്ഷണവും രണ്ട് പരീക്ഷണം. ഒന്ന് കൊടുത്തുള്ള പരീക്ഷണം, രണ്ട് എടുത്തുള്ള പരീക്ഷണം. കൊടുത്തത് എടുത്തുള്ള പരീക്ഷണം. അപ്പം നേരത്തെ പറഞ്ഞതൊക്കെ ദ്വന്ദ്വമാണ്, രണ്ടാണ്. ഇനി അടുത്തത് അതേ മനുഷ്യ ജീവിതാവസ്ഥകളിലെ പരീക്ഷണങ്ങളും രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. ഇതാ മബ്തലാഹു അവനെ പരീക്ഷിച്ചാൽ, വന അക്രമഹു അവന് സമൂഹത്തിലൊരൽപ്പം മാന്യത നൽകിയാൽ, വനഅമഹു അവനധികം വിഭവങ്ങൾ നിഅമത്തുകൾ കുറച്ച് കൂടുതൽ കൊടുത്താൽ, ഫയഖൂലു റബ്ബി അക്രമൻ അപ്പോൾ അവൻ പറയുന്നു എൻ്റെ റബ്ബ് എനിക്ക് റബ്ബ് തന്ന ആദരവാണിത്. ഇവിടെയാണ് പ്രശ്നം. അവൻ സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് കിട്ടുമ്പോൾ, സമൂഹത്തിൽ അവന് കൊട്ടാരം പോലത്തെ കാറ്, അല്ലെങ്കിൽ കൊട്ടാര സമാനമായ വീട്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉണ്ടാകുമ്പോൾ, ദുനിയാപ്രേമികളായ ഭൗതികം മാത്ര പ്രസക്തരായ ജനങ്ങൾ അവന് കൽപ്പിക്കുന്ന ആദരവ് കണ്ടിട്ട് ആ പൊട്ടൻ മനുഷ്യൻ വിചാരിക്കുകയാണ് റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് ബഹുമാനിച്ചത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന്. അല്ല, റബ്ബ് ബഹുമാനിച്ചിട്ടില്ല. ഈ റെസ്പെക്റ്റ് ഒന്നും ഈ പണത്തിൻ്റെ, ഈ സ്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സുഖ നിഅമത്തുകളുടെ നഅമ, ഈ ഭൗതിക വിഭവങ്ങൾ അധികം തന്നതിൻ്റെ പേരിൽ നിനക്ക് സമൂഹം തന്നിരിക്കുന്ന ഈ ആദരവ്, അതൊരിക്കലും റബ്ബി അക്രമൻ എന്ന് പറയാൻ പോകുന്നതല്ല, എൻ്റെ റബ്ബെന്നെ ആദരിച്ചതിൻ്റെ അടയാളമേ അല്ല. ഓർത്തോണം, റബ്ബ് ആദരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആളുകളെ. വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, എന്നാൽ അള്ളാഹു അവനെ വീണ്ടും രണ്ടാമത്തെ പരീക്ഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അവനെ തള്ളിവിട്ടാൽ, മറ്റൊരു പരീക്ഷണം, രണ്ട് പരീക്ഷണമാണ് ഇവിടെ. ഫഖദറ അലൈഹി റിസ്ഖഹു, അവൻ്റെ വിഭവങ്ങൾ തിരിച്ചെടുത്താൽ, വലിയ സമ്പന്നനായിരുന്നു പക്ഷെ എല്ലാം പൊട്ടിപ്പോയി എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക്. അങ്ങനെ കേൾക്കാറുണ്ടല്ലോ. വലിയ മുതലാളിയായിരുന്നു, എത്രയാ ഏക്കറുണ്ടായിരുന്നതെന്നറിയുമോ? ഇപ്പം കിടപ്പാടം പോലുമില്ലെന്ന് പറയുന്ന ഈ വ്യതിയാനങ്ങളുടെ ലോകമാണിത്. അങ്ങനെ എത്രയോ പേർ അങ്ങനെയുള്ള വ്യത്യസ്തതകളിലേക്ക് അവന് കൊടുത്ത നിഅമത്തിനെ തിരിച്ചെടുത്തുകൊണ്ട് അല്ലാഹു മറ്റൊരു പരീക്ഷണത്തിലേക്ക് അവനെ വിട്ടാൽ, ഫഖദറ അലൈഹി റിസ്ഖഹു, അവൻ്റെ ജീവിത വിഭവങ്ങളും അല്ലാഹു ചുരുക്കിയാൽ, ഇപ്പോൾ പഴയതുപോലെ പറന്നു നടക്കാൻ പറ്റുന്നില്ല, പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഒരു കൊച്ചു വാഹനം പോലുമില്ല, കാൽനട വേണ്ടി വരുന്നുണ്ട്, ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്നുണ്ട്,
വിഭവങ്ങൾ ചുരുക്കിയാൽ അപ്പോൾ അവൻ പറഞ്ഞു കളയുകയാണ്, അള്ളാഹ് പറയുകയാണ്, അള്ളാഹ് എന്നെ അനാദരിച്ചതാണ്, അള്ളാഹ് എന്നെ മോശപ്പെടുത്തി കളഞ്ഞല്ലോ. ഇല്ല മോനെ, അള്ളാഹ് നിന്നെ മോശപ്പെടുത്തിയതൊന്നുമല്ലിത്, അത് നിന്റെ തെറ്റായ ധാരണയാണടാ. നീ പറയുന്നത് പക്ഷേ ഇങ്ങനെയാ, കൈ നിറയെ കിട്ടുമ്പോൾ അള്ളാഹ് റെസ്പെക്റ്റ് ചെയ്തതാണ്, കയ്യിൽ കുറയുമ്പോൾ അള്ളാഹ് അപമാനിച്ചതാ. അല്ല കേട്ടോ. ഓർക്കണം, സമൂഹം ഓർക്കണം, സമൂഹം ഓർക്കണം. അള്ളാഹു പറയും വൈദാ ഖീലലഹും, ആളുകളുടെ ധാരണ അതാ. സൂറത്ത് യാസീനിൽ അള്ളാഹു പറയാ വൈദാ ഖീലലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, ആ ജനങ്ങളോട് അള്ളാഹ് തന്നതിൽ നിന്ന് നീ ചെലവഴിക്കാൻ അവരോട് പറയപ്പെട്ടാൽ, അവരോട് പറഞ്ഞാൽ, ഖാലല്ലദീന കഫറു, അള്ളാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവരെല്ലാം എൻ്റെ മിടുക്കാണെന്ന് ഭാവിച്ച് ഇതെന്നും എൻ്റെ കയ്യിൽ അമർന്നിരിക്കുമെന്ന് വിചാരിക്കുന്ന നിഷേധി പറയും, ഖാലല്ലദീന കഫറു ലില്ലദീന ആമനു, വിശ്വസിച്ചവരോട് പറയും, അനുത്ഇമുമല്ലോ യശാഉല്ലാഹു അത്അമ, അള്ളാഹ് വിചാരിച്ചാൽ അന്നം കൊടുക്കാമായിരുന്നവർക്ക് ഞാൻ കൊടുക്കണമെന്നോ. അഹങ്കാരമേ, ആ പാവത്തിന് ഭക്ഷണം കൊടുക്കുക, അവൻ വിശന്ന് കഷ്ടപ്പെടുകയാ എന്നൊരാൾ അവൻ്റെ മുമ്പിൽ പറഞ്ഞാൽ അള്ളാഹ് വിചാരിച്ചാൽ അവന് കൊടുക്കാൻ മേലായിരുന്നോ, പിന്നെ ഞാനുണ്ടോ അവന് കൊടുക്കാൻ? അള്ളാഹ് കൊടുക്കാത്തവന് ഞാനെന്തിനു കൊടുക്കണമെന്ന് അവൻ ചോദിക്കുമെന്ന്. അപ്പോൾ കൊടുക്കാത്തത് അള്ളാഹ് അവനെ നിന്ദിച്ചിട്ട് കൊടുക്കാത്തതാണ്. എനിക്ക് തന്നതോ എനിക്കെന്തോ മഹത്വമുണ്ടെന്ന് അള്ളാഹ് കണ്ടിട്ട് തന്നതാണെന്ന് ഈ പൊട്ടൻ പറയുകയാണ്. ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അപലപിക്കുന്നുണ്ട്. ഒരിക്കലും എന്തെങ്കിലും കയ്യിൽ കിട്ടിയ മനുഷ്യ, നിനക്ക് ആ മൂഢസങ്കല്പം വേണ്ട. ഈ ലോകത്തെ പരിവർത്തനങ്ങളുടെ ഒരു ദശയിലൂടെ നീ കടന്നു പോവുകയാ, പരീക്ഷണത്തിൻ്റെ ഒരു ദശയിലൂടെ മാത്രം നീ കടന്നു പോവുകയാ. ഒരിടത്തല്ല, എത്ര ഇടത്ത്. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും മിൻ മാലിൻ വബനീൻ, സമ്പത്തും സന്താനവും കൊടുത്ത് നാം അവരെ അല്പം സഹായിക്കുമ്പോൾ അവർ കരുതുകയാണോ, നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് നന്മകൾ നൽകാൻ എനിക്ക് ധൃതിയായി പോയതാണെന്ന്. അവർക്ക് നന്മ കൊടുക്കാൻ എനിക്കെന്തോ ധൃതിയായതുകൊണ്ടാണ് അവൻ ഒത്തിരി സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തിരി സന്താനത്തിൻ്റെ സഹായം അവന് കിട്ടിയതെന്ന് അവൻ കരുതുകയാണ്. അവന് വേഗം കൊടുക്കാൻ വേണ്ടി അള്ളാഹ്ക്ക് എന്തോ ധൃതിയായതാണെന്ന് അവൻ കരുതിയോ. നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് വേണ്ടി നന്മകൾ ഒത്തിരി കൊടുക്കാൻ എനിക്കെന്തോ ധൃതിയായിട്ട് കൊടുത്തതാണെന്ന് അവൻ കരുതിയോ. വല്ലാ യശൂറൂൻ, അല്ല, അവർ ഒരു ബോധവുമില്ലാത്ത ജാതിയാണ്, അവർക്കൊരു ബോധവുമില്ല അള്ളാഹ് പറയുകയാണ്. അങ്ങനത്തെ മൂഢന്മാരുടെ ലോകത്ത് ജീവിക്കുന്ന സമ്പന്നരെ, മൂഢന്മാരുടെ ലോകത്ത് ജീവിക്കുന്ന ദരിദ്രരെ, രണ്ടു കൂട്ടരെയുമാണ് അള്ളാഹു പറയുന്നത്. ഇതല്ല കേട്ടോ അള്ളാഹുവിൻ്റെ നയം, ഇത് രണ്ടും പരീക്ഷണമാണ്. പരീക്ഷണമെന്ന് പറയുന്നത് എന്തിനെന്നറിയോ, പരീക്ഷണ സമ്പത്ത് നൽകിയ പ്രിയങ്കര പദവിയുടെ അടയാളമല്ല. ഓർത്തുകൊള്ളണേ, പ്രിയങ്കര പദവിയുടെ അടയാളമല്ല. അങ്ങനെയെങ്കിൽ കൊടുത്തിട്ട് എന്തിനാണ് അള്ളാഹു താല നിൻ്റെ ആരോഗ്യം എടുത്തു കളഞ്ഞത്? കോടാനകോടികൾ, ആയിരക്കണക്കിന് കോടികൾ നൽകിയിട്ട് നിന്നെ എന്തിനാ ആരോഗ്യം എടുത്തു കളഞ്ഞത്? കോടാനകോടികൾ നൽകിയിട്ട് പിന്നെ എന്തിനാ നിന്നെ ദരിദ്രനാക്കിയത്? എത്ര പേരാണ് ഓരോരുത്തരുടെയും ഓർമ്മകളിൽ 1000 പേർ തെളിയുന്നില്ലേ? അതുകൊണ്ട് ഒരിക്കലും പ്രിയങ്കര പദവിയുടെ അടയാളമല്ല, ഒരിക്കലും പ്രിയങ്കര പദവിയുടെ അടയാളമല്ലത്. അത് എന്തിനെന്നറിയോ, ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ്. നന്ദിയുണ്ടോ ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നന്ദി ചെയ്ത ഏതൊരു സമൂഹത്തിനും അള്ളാഹു അനുഗ്രഹം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. നന്ദി ചെയ്ത ഏതൊരു സമൂഹത്തിൻ്റെയും വലഇൻ കഫർത്തും, നന്ദി കേടുകാട്ടിയവൻ്റെ അനുഗ്രഹങ്ങളെ അള്ളാഹു പിടിച്ചെടുത്തിട്ടേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിട്ടേ ഉള്ളൂ. നമുക്കറിയാമല്ലോ സാമ്രാജ്യങ്ങളുടെ കഥ അള്ളാഹ് പറഞ്ഞു. അറബി നാടുകളുടെ കഥകൾ നമ്മൾ കാണുകയാണ്. അടിയിൽ പൊന്നും അതുപോലെ തന്നെ എണ്ണയും കുഴിച്ചിട്ട് കൊടുത്ത് അനുഗ്രഹത്തിൻ്റെ നിറുകയിൽ വിരാജിച്ചവർ, അതുകൊണ്ട് അള്ളാഹുവിനോട് അനുഗ്രഹം ചെയ്യാൻ കഴിയാതെ പോയവർ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിലാപപാത്രങ്ങളായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു നിഅമത്തും റബ്ബ് തരുന്നത് എന്തിനെന്നറിയോ, അതിനോട് നന്ദി കാണിച്ചാൽ കൂട്ടിത്തരാനാ, പെരുപ്പിച്ചു തരാനാണ്. പക്ഷേ അതിനോട് നന്ദി കേട് കാണിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നവനല്ല അള്ളാഹു. അതെല്ലാം അവിടെ തന്നെ കിടക്കുമ്പോൾ അതിനെ തീയിട്ട് ചാമ്പലാക്കാൻ, എണ്ണക്കിണറുകളെ ചാമ്പലാക്കാൻ വേണ്ടി ശത്രുവിനെ അല്ലാഹു തആല അവിടെ നിന്ന് നിയോഗിക്കും. ആ എണ്ണ കൊടുമുടികളിൽ നീ കൊട്ടാരം കെട്ടുമ്പോഴും നീ ലോകത്തെ ഏറ്റവും അധമനായി അധപ്പതിക്കും. ഇത് പടച്ചവൻ്റെ പരീക്ഷണമാണ്. ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇത്രയും പ്രതിഭാസങ്ങളെ എണ്ണി പറഞ്ഞിട്ടല്ല ഈ വലിയ സത്യം നമ്മൾ ഓർമ്മിപ്പിക്കുക. ഓർത്തുകൊള്ളണേ, നമ്മളൊന്നും വലിയ സമ്പന്നരല്ല, കൊച്ചു സമ്പന്നരാ.
എന്നാലും പരീക്ഷണമാണത്. നമ്മളൊന്നും വലിയ താങ്ങാനാവാത്ത ദാരിദ്ര്യത്തിലല്ല, താങ്ങാവുന്നത് മാത്രമേ ഉള്ളൂ. അതും പരീക്ഷണമാണ്. എന്താണ് പരീക്ഷണമെന്നറിയാമോ? സമ്പന്നതയിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ? ദാരിദ്ര്യത്തിൽ അള്ളാഹുവിനോട് സബർ ചെയ്യുന്നുണ്ടോ? ഹറാമിൽ ചെലവാക്കുന്നുണ്ടോ? സമ്പന്നതയിൽ ധൂർത്തിൽ ചെലവാക്കുന്നുണ്ടോ? സമ്പന്നതയിൽ ധൂർത്തിൻ്റെ കഥകൾ നിങ്ങളോട് ഞാൻ പറയണോ? നമ്മുടെ ആളുകൾ കൈ കിട്ടിയ ധൂർത്തടിക്കുന്ന എങ്ങനെയാന്ന്? നക്കാപ്പിച്ചയ്ക്ക് വകയില്ലാത്തവന് ലോൺ എടുത്തിട്ട് കല്യാണം നടത്തി കോടികൾ പൊടിക്കുകയല്ലേ അല്ലേ? വകയുള്ളവൻ്റെ കഥയോട്ട് പറയുകയും വേണ്ട. നീ ധൂർത്തടിക്കുന്നുണ്ടോ എന്ന്, നീ ഹറാമിൽ ചെലവാക്കുന്നുണ്ടോ എന്നൊക്കെ നിന്നെ തന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതും പരീക്ഷണമാണ്, തരാതിരിക്കുന്നതും എടുക്കുന്നതും പരീക്ഷണമാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു തആല നീ ശുക്ർ ചെയ്തില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കും. ദുനിയാവിൽ ശിക്ഷ അള്ളാഹ് പിന്തിപ്പിച്ചു വെച്ചാൽ ആഖിറത്തിൽ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. ചിലപ്പോൾ ദുനിയാവിൽ തരുന്ന ശിക്ഷ ആഖിറത്തിലെ ശിക്ഷ ഇളവാക്കാനാണ്. ചിലപ്പോൾ ദുനിയാവിൽ തരുന്ന ശിക്ഷ ആഖിറത്തിലെ നിന്റെ ഈമാൻ ചോർന്നു പോയിട്ടില്ലെങ്കിൽ, റബ്ബിനെ നീ വെല്ലുവിളിച്ചിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ നിനക്ക് ദുനിയാവിൽ തരുന്നത് ആഖിറത്തിലെ ശിക്ഷ ഇളവാക്കാനാണ്, തൗബയ്ക്ക് അവസരമായിട്ടാണ്. അതുകൊണ്ട് ദുനിയാവിലെ ശിക്ഷകളെ അതും പേടിക്കണ്ട. നന്ദികേട് കാണിച്ചിട്ട് കയ്യിലിരിപ്പ് കൊണ്ട് വന്ന് കിട്ടിയ ശിക്ഷകളെ ഏറ്റുവാങ്ങുമ്പോൾ സങ്കടപ്പെടണ്ട, തൗബ ചെയ്താൽ മതി. അതുകൊണ്ട് ശുക്ർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പന്നത നൽകിയിട്ട് ദാരിദ്ര്യമാക്കുന്നത് എന്തിനാ? അതിന് അവിടെ നമുക്ക് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ദരിദ്രനാക്കുന്നത് സബർ ചെയ്യുന്നുണ്ടോ, ക്ഷമിക്കുന്നുണ്ടോ, അള്ളാഹുവിനെക്കുറിച്ച് പഴി പറയുന്നുണ്ടോ എന്നറിയാനാണ്. പടച്ചവനെക്കുറിച്ച് പഴി പറയുന്നത് ദരിദ്രനാക്കിയതും ഒരുപക്ഷെ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കാം. പക്ഷേ നിനക്ക് കുറഞ്ഞു പോയപ്പോൾ പഴി അള്ളാഹ്ക്കാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേണ്ടത് ചെയ്തോ എന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നേരമില്ല. എന്നിട്ട് നീ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ നീ തകർന്നു പോയി. നീ കച്ചവടത്തിൽ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നീ തകർന്നു പോയി. എന്നിട്ട് നീ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, നീ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. നിസ്കരിച്ച എന്നെ അള്ളാഹ് ഇങ്ങനെ കാണിക്കാമോ? ദുആ ചെയ്ത എന്നെ അള്ളാഹു ഇങ്ങനെ കാണിക്കാമോ? ദുആ ചെയ്തിട്ടേ ഇല്ല നീ എന്നുള്ളതാണ് സത്യം. ദുആ എന്താണെന്ന് ഞാൻ വേറെ പറയാം. ദുആ ചെയ്തിട്ട് സ്വീകരിക്കപ്പെടാത്ത പ്രശ്നം ഇല്ല. ഏതൊരു ദുആയും സ്വീകരിക്കപ്പെടും. പക്ഷെ ദുആ ആയിരിക്കണം. ദുആ എന്ന് പറയുന്നത് തലബല്ല, ദുആ എന്ന് പറയുന്നത് ഡിമാൻഡല്ല. പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില സവിശേഷമായ പദാവലികളുടെ പേരല്ല ദുആ എന്ന് പറയുന്നത്. ദുആ തലബ് എന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത് ചില പദങ്ങൾ കൊണ്ട് ഡിമാൻഡ് ചെയ്യാം. പലപ്പോഴും നമ്മുടെ ദുആ കുറേ ഡിമാൻഡുകളാണ്. റബ്ബനാ ആതിനാ, ഇതൊക്കെ ദുആയ്ക്ക് നീ വെച്ചിരിക്കുകയല്ലേ, അത് വെച്ച് ഞാൻ ഡിമാൻഡ് ചെയ്യുകയാണ്. പക്ഷേ ദുആ ഒരു മാനസികാവസ്ഥയാണ് ദുആ. ആ ഡിമാൻഡ്, തലബ്, ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ദുആയാകുന്നു. ആ മാനസികാവസ്ഥ എന്താണ്? ഒന്നാമത് നമ്മുടെ ബോധവും മനസ്സും ഉണർന്നിരിക്കണം. ദുആയിൽ നമ്മുടെ ബോധവും മനസ്സും ഉണർന്നിരിക്കണം. രണ്ടാമത്തേത് താഴ്മയോടുകൂടി, ഇൻകിസാറോടുകൂടി, തദല്ലുലോടുകൂടി ദുആ ചെയ്യണം. കേണും കെഞ്ചിയും ദുആ ചെയ്യണം. പിന്നെ എന്താണ്? ചെയ്തു വരുന്ന പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് ദുആ ചെയ്യണം. ഇതേ ദുആ ആകുകയുള്ളൂ. ഈ സ്ഥിതിവിശേഷം, മാനസികാവസ്ഥ രൂപപ്പെടുമ്പോഴാണ് തലബ് ദുആ ആകുന്നത്. ഈ രണ്ട് മാനസികാവസ്ഥ, സ്ഥിതിവിശേഷം ഉണ്ടാകുന്നില്ലെങ്കിൽ ദുആ നീ ചെയ്തിട്ടേ ഇല്ല. പിന്നെ അല്ലേ ദുആ ചെയ്തിട്ട് അല്ലാഹ് സ്വീകരിച്ചെന്ന് പറയണേ? ദുആ നീ ചെയ്തിട്ടില്ല. ദുആ ചെയ്യണമെങ്കിൽ ഈ രണ്ട് മാനസികാവസ്ഥ നിന്റെ തലബിൽ വരണം. രണ്ട് സ്ഥിതിവിശേഷം ഉണ്ടാകണം. അത് ഞാൻ വേറെ പറയാം. ഇബ്നു അത്താഉല്ലാഹിൽ ഇസ്കന്ദരി അദ്ദേഹത്തിൻ്റെ ഹിക്കമിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ. എല്ലാ നിഅമത്തും പരീക്ഷണമാണ്, തന്നതും പരീക്ഷണമാണ്. എന്തൊക്കെ നിനക്ക് ചെയ്യാനുണ്ടായിരുന്നുവെന്നറിയുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഒരു മുഅ്മിന് ഒരു സ്ഥിതിക്ക് ശേഷം, ഒരു സുസ്ഥിതി ഉണ്ടായതിനു ശേഷം ദുസ്ഥിതി ഉണ്ടാകുമ്പോൾ ഒരു മുഅ്മിൻ അക്ഷമനാവുകയില്ല, അസ്വസ്ഥനാവുകയില്ല. അവൻ എന്ന് കരുതി അവൻ വെറുതെ ഇരിക്കുകയുമില്ല. അവൻ നന്നായി ദുആ ചെയ്യും, എന്നിട്ട് അവൻ സഹിക്കും. അത് പിന്നെ അവന് ഖൈറായി മാറും. റസൂലുള്ളാഹി പറയുകയാണ്, അജബല്ലി അംരിൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതമാണ്. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതമാണ്. റസൂലുള്ളാഹി ഇന്ന സാബത്തുഹു സറാഅ ശക്കറ, അവനൊരു സന്തോഷം വരുമ്പോൾ അതിൻ്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നന്ദി ചെയ്തുകൊണ്ട് അള്ളാഹു അതിനോട് പ്രത്യുപകാരം ചെയ്യുന്നു. തന്നാൽ ആവും വിധം
ഉപകാരങ്ങൾ, അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി നന്ദി ചെയ്തുകൊണ്ട് അള്ളാഹുവിനവൻ ശുക്ർ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ അള്ളാഹു ആഗ്രഹിച്ച വിധം അവൻ നന്മകൾ ചെയ്യുന്നു. ഫക്കാന ഖൈറല്ലഹു, അത് പിന്നീടും അവൻ അള്ളാഹു അത് ഖൈറായി മാറുന്നു. ആ കിട്ടിയ ഉപകാരം പിന്നീടും ഖൈറായി മാറുന്നു. അത് സന്താനമാകട്ടെ, ആരോഗ്യമാകട്ടെ, സൗന്ദര്യമാകട്ടെ, അത് സമ്പത്താകട്ടെ, മറ്റെന്തുമാകട്ടെ, അതെല്ലാം പിന്നീട് കൂടുതൽ ഖൈറായി മാറുന്നു അവൻ ശുക്ർ ചെയ്തതുകൊണ്ട്. അതിശയം മുഅ്മിനിൻ്റെ കാര്യം. ഞാൻ ഓർത്തോർത്ത് അത്ഭുതപ്പെടാറുണ്ട് ഒരു സത്യവിശ്വാസിയുടെ കാര്യം ഓർത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, വൈൻ അസാബത്തുഹു ളറാഅ, എന്നാൽ അവൻ എന്തെങ്കിലും വിഷമകരമായ സ്ഥിതിവിശേഷം വന്നാൽ, അവൻ എന്തെങ്കിലും ആപത്ത് വന്നാൽ, സബറ, അവൻ അതിലൂടെ അവന് ക്ഷമിച്ചുകൊണ്ട്, പടച്ചവനെ നീ തന്ന മുസീബത്താണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ നിൻ്റേതാണ്, ഞങ്ങൾ തന്നെ നിൻ്റേതാണ് എന്നിരിക്കെ നീ തന്നത് പിന്നെ മറ്റാരുടേതെങ്കിലും ആവുകോ? ഞങ്ങളെ നിൻ്റേതാണ്, ഇന്നാ ലില്ലാ, ഞങ്ങളെ നിൻ്റേതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെ നിന്നിലേക്ക് തിരിച്ചു വരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ളത് തിരിച്ചു പോയതിൽ ഞാനെന്തിന് സങ്കടപ്പെടണം? അതാണ് അതിനർത്ഥം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെ നിൻ്റെതാ, പിന്നെ ഞങ്ങൾക്ക് തന്നത് നീ എടുത്തു, അതിനെന്താ കുഴപ്പം? വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ ഇദാ അസാബത്തും മുസീബത്തുൻ, മുസീബത്ത് വന്നാൽ ഖാലു, അവർ പറയും, ഖുർആൻ്റെ ശാസനയാണത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറഞ്ഞ് സമാധാനപ്പെടും. പടച്ചവൻ്റെ നേരെ കുതിര കയറില്ല. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ആശിസ്സുകളും അവരുടെ മേൽ പിന്നെ ചൊരിയപ്പെടാനിരിക്കുകയാണ്. ആപത്ത് വന്നവന് പുറകെ അനുഗ്രഹം വരാൻ പോകുന്നു എന്ന്. ആപത്ത് വന്നവനെ നീ ആത്മഹത്യ ചെയ്യണ്ട, ആപത്ത് വന്നവനെ നീ നിരാശപ്പെടണ്ട, നിനക്ക് ക്ഷമിച്ച് ഇന്നാലില്ലായി പറഞ്ഞ് പടച്ചവനെ ആപത്ത് മാറ്റി തരണമേ എന്ന് ദുആ ചെയ്താൽ നിനക്ക് പുറകെ ഖൈർ വരാനിരിക്കുന്നു. അവൻ ക്ഷമിക്കുന്നു. സത്യവിശ്വാസിക്ക് ആപത്ത് വന്നാൽ അവൻ ക്ഷമിക്കുന്നു. ഫക്കാന ഖൈറല്ലഹു, അതും അവന് ഖൈറായി മാറുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. അതും ഖൈർ. ആപത്ത് വന്നാലും പിന്നെ ഖൈർ, സമ്പത്ത് വന്നാലും പിന്നെ ഖൈർ, ശുക്ർ കൊണ്ട് പിന്നെ ഖൈർ, സബർ കൊണ്ട് പിന്നെ ഖൈർ. രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ അത് ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പരീക്ഷണമാണ്. ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു, ഒരിക്കലും കരുതല്ലേ അല്ല ബഹുമാനിച്ചിട്ടാ നിനക്ക് ഈ സ്ഥാനം, അല്ല ബഹുമാനിച്ചിട്ടാ നിനക്ക് ഈ പണം, അല്ല ബഹുമാനിച്ചിട്ടാ നിനക്ക് ഈ ആരോഗ്യം, അല്ല ബഹുമാനിച്ചിട്ടാ നിനക്ക് ഈ സൗന്ദര്യം. അല്ല ബഹുമാനിച്ചത് നീ നന്ദി ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ല നിന്ദിച്ചിട്ടല്ല ഇതെടുത്തത്. അല്ല ബഹുമാനിക്കുന്നത് നീ ക്ഷമിക്കുമ്പോഴാണ്. അത് നിനക്ക് ഖൈറാണ്. വലിയ സത്യമാണ്. എന്ത് വലിയ ഓരോ തത്വങ്ങളും. സൂറത്തുൽ ഫജ്റിൻ്റെ തത്വങ്ങൾ അത്ഭുതകരമായ തത്വങ്ങളാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്നറിയുമോ? ഇത് ഓരോന്നിലൂടെയും അല്ലാഹ് നിന്നെ അടുപ്പിക്കുകയാണ്. ലാ യഖുലുൽ മുഅ്മിനു മിൻ ഇല്ലത്തിൻ ഔ ദില്ലത്തിൻ ഔ ഖില്ലത്തിൻ, ഒരു സത്യവിശ്വാസി എപ്പോഴും മിൻ ഇല്ലത്തിന് ഒരു രോഗം, ഔ ദില്ലത്തിൻ അല്ലെങ്കിൽ അഭിമാനത്തെ വേട്ടയാടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം, ഔ ഖില്ലത്തിൻ അല്ലെങ്കിൽ ദാരിദ്ര്യം, മൂന്നാലൊന്ന് അള്ളാഹു അവനെ മുട്ടിച്ചുകൊണ്ടിരിക്കും, അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്തിനാ? കുറേശ്ശെ അള്ളാഹു എന്നുള്ള അടുപ്പം മുറിഞ്ഞു പോകാതിരിക്കാൻ. അടുപ്പം മുറിഞ്ഞു പോകാതിരിക്കാൻ ഇത് കൊടുത്തോണ്ടിരിക്കും ഒരു മുഅ്മിനിന്. അത് അള്ളാഹ് നിന്നെ ബഹുമാനിക്കാത്തതിൻ്റെ നിന്ദിച്ചതിൻ്റെ അടയാളമല്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹളൂന അലാ തആമിൽ മിസ്കീൻ. അല്ല കൂട്ടരെ, അള്ളാഹ് ആദരിച്ചതല്ല കേട്ടോ. ഈ രണ്ട് പരീക്ഷണവും പരീക്ഷണമായിരുന്നു, അള്ളാഹ് ആദരിച്ചതിൻ്റെ അടയാളമല്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് പറ്റിയതെന്താണ്? നിങ്ങൾക്ക് വന്ന പ്രയാസങ്ങൾ. വല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾക്ക് ഞെരുക്കം വന്നെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കയ്യിൽ കൈ നിറയെ തന്നപ്പോൾ അനാഥയെ നിങ്ങൾ ആദരിച്ചുവോ? അള്ളാഹു ചോദിക്കുകയാണ്. അനാഥയെ, നാഥനില്ലാത്തവനെ, ഫാദർ ഇല്ലാത്തവനെ, ഗോഡ് ഫാദർ ഇല്ലാത്തവനെ നമുക്കിന്നൊരാദരവുമില്ല. എല്ലാവർക്കും നിലനിൽക്കണമെങ്കിൽ ഒരു ഗോഡ് ഫാദർ വേണം. ഗോഡ് ഫാദർ ഉള്ളവരോട് വലിയ റെസ്പെക്റ്റാണ്. അല്ലെ, ഫാദർ വേണം. റെസ്പെക്റ്റ് പോലും കൊടുക്കുന്നില്ലല്ലോ ഫാദർ ഇല്ലാത്തവർക്ക്. ഗോഡ് ഫാദർ ഇല്ലാത്തവർക്ക് നിങ്ങളൊരാദരവും സമൂഹത്തിൽ നൽകുന്നില്ലല്ലോ. നിങ്ങൾ കാണിക്കുന്നത് കൊടിയ അപരാധമാണ്.
നിങ്ങൾക്ക് കടുത്ത ശിക്ഷയ്ക്ക് നിദാനമായ പ്രവൃത്തിയാണത്. ഖൈറു ബൈത്തിൻ മിനൽ മുസ്ലിമീൻ ഫിൽ മുസ്ലിമീന ബൈത്തും ഫീഹി യതീം യുഹ്സനു ഇലൈഹി. മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഏറ്റവും നല്ല വീട് ഒരു യതീം താമസിക്കുകയും അവനോട് നന്നായി ഉപകാരപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന വീടാണ്. മുസ്ലിങ്ങളുടെ വീടുകളിലെ ഏറ്റവും നല്ല വീട് മുഹമ്മദ് മുസ്തഫ. യതീം ഖാന ഉണ്ടാക്കിയിട്ട് യതീമിൻ്റെ ഖാന നടത്തുന്ന വീടുകളല്ല, മറിച്ച് സ്വന്തം വീട്ടിൽ യതീമുണ്ടാവുകയും എന്നിട്ട് അവനോട് സ്വന്തം മക്കളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്ന വീടാണ് ഏറ്റവും നല്ല വീട് മുസ്ലിമിൻ്റെ വീടുകളിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു നല്ല വീട് നമ്മുടെ വീട്ടിലുണ്ടോ? നമുക്ക് സമ്പത്ത് കൈ കിട്ടിയപ്പോൾ ഒരു യതീമിനെ വീട്ടിൽ പാർപ്പിച്ച് അവനെ നന്നായി പെരുമാറാൻ നമ്മുടെ കുടുംബത്തിലെ ഉറ്റവരിലുടയവരിലെ എന്ത് ചെയ്തു നമ്മൾ? അല്ലാഹ് നിഅമത്ത് തന്നിട്ട് ആലോചിക്കണം. മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഏറ്റവും മോശം വീട് ബൈത്തും ഫീഹി യതീമുൻ യുസാഉ ഇലൈഹി. യതീം താമസിക്കുകയും അവനോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന വീടാ. മക്കളുണ്ട് വീട്ടിൽ, പക്ഷേ കടയിൽ സാധനം മേടിക്കാൻ പോകണമെങ്കിൽ യതീമേ പോവുകയുള്ളൂ. അങ്ങനെ ഒരു വീട്ടിലൊരു യതീമുണ്ടെങ്കിൽ എന്ത് പ്രയാസകരമായ പണിയുമേൽപ്പിക്കുന്നത് പാവപ്പെട്ട അനാഥ കുട്ടിയെയാണ്. മോശമായി പെരുമാറുന്ന യതീമുള്ള വീട് മുസ്ലിം വീടുകളിൽ ഏറ്റവും മോശം വീടാണ് മുഹമ്മദ് മുസ്തഫ. യതീമിനെ പരിപാലിക്കണം. നന്മകളുടെ വഴികൾ പറഞ്ഞു തരിക. 4 ചാർജ് ഷീറ്റാണ് നമ്മുടെ മുമ്പിൽ വെച്ച്. ഈ മഹാസമൂഹങ്ങൾ തകർന്നു പോയതുപോലെ മാറ്റങ്ങളുടെ അപകടകരമായ പ്രവണതകൾക്ക് നിങ്ങൾ വിധേയമാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വല്ലാ തുക്രിമൂനൽ യതീം വലാ തഹല്ലൂന അലാ തആമിൽ മിസ്കീൻ. അഗതി അന്നം കഴിക്കാതെ നിൻ്റെ ഇടയിൽ നീ അറിഞ്ഞുകൊണ്ട് ഒരാളും ഉണ്ടാകരുത്. വതഅക്കുലൂന തുറാസ അക്കലല്ലമ്മ. അനന്തര സ്വത്ത് അവകാശിക്ക് കൊടുക്കാതെ കൈകാര്യം ചെയ്യുന്നവൻ തന്നെ പിടിച്ചു വെക്കരുത്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ധനം ആർത്തി മൂത്തിട്ട് ഹലാൽ ഹറാമില്ലാതെ വാരിക്കൂട്ടരുത്. ഈ 4 കാര്യങ്ങൾ ചെറുകാര്യമല്ല. നമ്മൾ ആരെങ്കിലും ഈ പാപത്തിൽ നിന്ന് മുക്തരായവരായി പൂർണ്ണമായും അവകാശത്തോടെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? അള്ളാഹ് കൂട്ടത്തെ നമ്മളെ പെടുത്തി തരട്ടെ. അതുകൊണ്ട് വലിയ കാര്യമാണ് സൂറത്തുൽ ഫജ്ർ നമ്മളോട് പറയുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ, വെറും ഒരു ഉപദേശം പറയുമ്പോൾ, പരിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകത എന്താ? അത് വെറും ഒരു ഉപദേശമായങ്ങ് പറഞ്ഞു വിടുകയല്ല. ആ ഉപദേശത്തിന് ഉപോത്ബലകമായ പ്രകൃതി സത്യങ്ങളെ, ആ ഉപദേശത്തിന് ഉപോത്ബലകമായ ആധാരമായി വർത്തിച്ച ചരിത്ര യാഥാർത്ഥ്യങ്ങളെ എല്ലാം ചേർത്ത് വെച്ചിട്ടേ ഒരു ഉപദേശം അള്ളാഹു നമ്മളോട് പറയുകയുള്ളൂ. ഓർത്താൽ നിഷേധിക്കാനാണല്ലോ എല്ലാവർക്കും പ്രവണതയുള്ളത്. നിഷേധിക്കാൻ മോനെ നിനക്കാവില്ല, ദാസാ നിനക്കാവില്ലെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ പഠിച്ചാൽ നമുക്ക് കാന ഖൈറല്ലഹു, അത് സമ്പന്നതയാകട്ടെ അതുപോലെ തന്നെ ദാരിദ്ര്യമാകട്ടെ, രണ്ടും നാളെ ഖൈറാകാനുള്ളതാണ് എന്ന് അള്ളാഹു നമ്മോട് പറയുക. പടച്ചതമ്പുരാൻ ഈ സൂറത്തിൻ്റെ മഹത്തായ സന്ദേശത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ സമസ്ത പ്രശ്നങ്ങൾക്കും ഒരളവ് പരിഹാരം ഒരു സൂറത്ത് പഠിച്ചാൽ മതി. ഒരായത്ത് പഠിച്ചാൽ ആയത്താ ദൃഷ്ടാന്ത. ഒരു സൂറത്ത് ചൊവ്വ പഠിച്ചാൽ നമ്മുടെ ജീവിതം നന്നാക്കാൻ അത് മതി. അള്ളാഹു അത്തരത്തിൽ നമുക്ക് നല്ല മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ, മാറ്റങ്ങൾ വരുന്ന മാറ്റം, അനിവാര്യമായ മാറ്റങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് നന്നാക്കി തീർക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് തരുമാറാകട്ടെ.